ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് മ്യാൻമാർ. ഭൂകമ്പത്തിൽ മരണം 2000 കടന്നിരിക്കുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തകർന്നടിഞ്ഞ മാൻഡലെ നഗരം സാധാരണ നിലയിലാകാൻ ഇനിയും മാസങ്ങളെടുക്കും. മ്യാൻമാറിൽ ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 60 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന സ്ത്രീയെ ഒരു രാത്രി മുഴുവൻ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ പുറത്തെത്തിക്കുന്ന കാഴ്ചയാണിത്. ഇപ്പോഴും ജീവനുണ്ട്. ഇത് രക്ഷാപ്രവർത്തകരെ പോലും അത്ഭുതപ്പെടുത്തി. ഇങ്ങനെ 6 പേരെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനായത്. അതുകൊണ്ട് തന്നെ രാത്രിയും പകലും മാൻഡലെ നഗരത്തിൽ തെരച്ചിലും രക്ഷാപ്രവർത്തനവും സജീവമാണ്. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഇന്ത്യയിൽ നിന്നുള്ള NDRF സംഘം 7 മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെടുത്തു. 137 ടൺ അവശ്യ സാധനങ്ങൾ ഇന്ത്യ മ്യാൻമാറിൽ ഇതിനോടകം എത്തിച്ചു. മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിലാണ് കൂടുതൽ നാശനഷ്ടം. എയർപോർട്ടും റോഡുകളും തകർന്നു. 100 കണക്കിന് കെട്ടിടങ്ങളാണ് ഇവിടെ നിലംപൊത്തിയത്. ഇന്ധനം ലഭ്യമല്ലാത്തതും വൈദ്യുതി പ്രതിസന്ധിയും തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. പട്ടിണിയും പകർച്ചവ്യാധി സാധ്യതയും മുന്നിൽ കാണണമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഹൃദയഭേദകമായ കാഴ്ചകളാണ് എങ്ങും. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 2056 പേർ മരിച്ചു. 3900 പേർക്ക് പരിക്കേറ്റു. 270ഓളം പേർ എവിടെയെന്ന് ഇപ്പോഴും വിവരമില്ല. ന്യൂസ് ഡെസ്ക്, News 18.